ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി, ഭവനൂർ. വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. പ്രിയമുള്ളവരെ, വിശ്വകർമ്മ സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താക്കളും വക്താക്കളുമായിക്കൊണ്ട് ഈ ഒരു സമൂഹത്തിനെ സമ്പൽ സമൃദ്ധിയുടെയും ധനധാന്യ ഗുണാത്മകമായിട്ടുള്ള അനുഭവത്തിലേക്കും നയിച്ച് സുശക്തമായ സമ്പൽക്കരമായ ഒരു ഭാവി ഈ ഒരു സമൂഹത്തിനുണ്ടാകണം എന്നുള്ളതാണ് വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിലും വിശ്വകർമ്മ സനാതനധർമ്മത്തിലും ഊന്നിക്കൊണ്ട് ജീവിതവും കർമ്മവും ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരം എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ സ്ഥൂല ശരീരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ, കാലുകൾ, നാസിക, കണ്ണ്, വായ തുടങ്ങിയ നമുക്ക് തൊട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. എന്താണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ പരംപിതാവായിരിക്കുന്ന പരമ കർമ്മ അല്ലെങ്കിൽ വിശ്വകർമ്മ പരബ്രഹ്മാത്മാവിന് 5 മുഖങ്ങളെ കൊണ്ട് നമ്മൾ ക്രോഡീകരിക്കാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരവും ഈ 5 തലങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. മനുഷ്യൻ്റെ ഏത് തലങ്ങളെ എടുത്തു കഴിഞ്ഞാലും അതിന് 5 തലങ്ങളുമായി ഒരു മനുഷ്യന് 3 തലങ്ങളാണുള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5, അതേപോലെ തന്നെ പ്രാണവായുക്കൾ 5. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമ്മുടെ പ്രാണവായുക്കളും ചേർന്നിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരത്തിനോട് നമ്മൾ മനസ്സിനെയും ബുദ്ധിയെയും കൂടി ചേർക്കുമ്പോഴാണ് 17 തലങ്ങൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. ഈ 17 തലങ്ങളെയുമാണ് നമ്മൾ എന്തു പറയുന്നത്, നമ്മുടെ മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരമെന്നും അതിൻ്റെ ഓരോ തലങ്ങളിലും വിശ്വകർമ്മ ബ്രഹ്മാത്മാവിൻ്റെ ചൈതന്യവൽക്കരണമുണ്ട് എന്നുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം. ഇനി ഇതുകൂടാതെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടിയിരിക്കുന്ന 5 ശുദ്ധികളെക്കുറിച്ചും നമ്മുടെ സനാതനധർമ്മം കൃത്യമായിട്ട് പറയുന്നു. അതിൽ ഒന്നാമത്തത് വ്രതശുദ്ധിയാണ്, രണ്ടാമത്തത് ആത്മശുദ്ധിയാണ്, മൂന്നാമത്തത് മന്ത്രശുദ്ധിയാണ്, നാലാമത്തത് ദ്രവ്യശുദ്ധിയാണ്, അഞ്ചാമത്തത് ലിംഗശുദ്ധിയാണ്. ഈ 5 ശുദ്ധികളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികപരമായിട്ട് കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ മോക്ഷപരമായിട്ടുള്ള കർമ്മ വ്യവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമ്മുടെ സനാതനധർമ്മം പറയുന്നത്. എന്താണ് വ്രതശുദ്ധി എന്ന് പറയുന്നത്? വ്രതം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായി പറഞ്ഞാൽ ഒരു സാധകന് മാത്രമേ ഒരു വ്രതശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് വ്രതമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രത്യേക ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആ ലക്ഷ്യത്തിലേക്ക് തൻ്റെ ധനത്തെ എത്തിക്കുന്നതാണ് വ്രതം എന്ന് പറയുന്നത്. അത്തരത്തിൽ വ്രതശുദ്ധിയുള്ള ഒരാളായിരിക്കണം ഒരു പാരമ്പര്യ വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ആത്മശുദ്ധിയാണ്. ആത്മശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആത്മശുദ്ധിക്ക് വേണ്ടി നമ്മൾ മഹാപാതകങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം. എന്തൊക്കെയാണ്? അസത്യം പറയാതിരിക്കുക, അഹിംസ കാണിക്കുക, അതേപോലെ തന്നെ നമ്മൾ മോഷണം ചെയ്യാതിരിക്കുക, അന്യൻ്റെ മുതൽ ആശിക്കാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, അന്യൻ്റെ ഭാര്യയെ മോഹിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ആത്മശുദ്ധിയിൽ നമ്മൾ വരുത്തേണ്ടത്. അടുത്തത് മന്ത്രശുദ്ധിയാണ്. എന്താണ് മന്ത്രശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മന്ത്രശുദ്ധി നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ മന്ത്രം എന്ന് പറയുന്നതാണ് ഒരു വാക്കിനെ ഒരു പ്രത്യേക ഘടനയിൽ യോജിപ്പിച്ച് അതിൽ നിന്നും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ശബ്ദ തരംഗങ്ങളെയാണ് മന്ത്രം എന്ന് പറയുക.
അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് തലത്തിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? മന്ത്രശുദ്ധി നമുക്ക് വേണം, അക്ഷരാഭ്യാസം വേണം, ജ്ഞാനം വേണം എന്നാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തത് ദ്രവ്യശുദ്ധി. പഞ്ചഭൂതങ്ങളെ നമ്മൾ ഉപയോഗിക്കപ്പെടുമ്പോൾ ദ്രവ്യശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മശുദ്ധി, നമ്മുടെ ശരീരശുദ്ധിയായിട്ട് മാറണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള ലിംഗശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അശുദ്ധമാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും നാസികയ്ക്ക് അരോചകമായിട്ട് വരാനുള്ള, അല്ലെങ്കിൽ അശുദ്ധി, നെഗറ്റിവിറ്റി തരാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ലിംഗങ്ങളാണ്. ആ ലിംഗങ്ങളെല്ലാം തന്നെ വളരെ ശുദ്ധിയായിട്ട് നമ്മുടെ കർമ്മരംഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം 17 തലങ്ങളുള്ള സൂക്ഷ്മ ശരീരങ്ങളാണ് നമുക്കുള്ളത്. ഈ 17 തലങ്ങളുള്ള സൂക്ഷ്മ ശരീരവും വെച്ച് നടക്കുന്ന ഓരോ മനുഷ്യനും നമ്മുടെ പരബ്രഹ്മാവായിരിക്കുന്ന വിശ്വകർമാവാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണവായുക്കൾ ആണ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതിനോടുകൂടി നമ്മുടെ സവിശേഷ ഗുണമായ മനസ്സിനെയും ബുദ്ധിയെയും ചേർക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മ പ്രകൃതി ഉണരുന്നത്. ആ സൂക്ഷ്മ പ്രകൃതിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ സൂക്ഷ്മ പ്രകൃതിയിലൂടെയാണ് നമ്മൾ മുക്തിദായകരായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മ പ്രകൃതിയെ പഞ്ചശുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഗുണാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പഞ്ചശുദ്ധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വ്രതശുദ്ധി, ആത്മശുദ്ധി, മന്ത്രശുദ്ധി, ദ്രവ്യശുദ്ധി, ലിംഗശുദ്ധി എന്നുള്ളത്. ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.